ഒരിടത്തൊരിടത്ത് ഒരു ദൈവം ജീവിച്ചിരുന്നു. പണ്ടാരോ പറഞ്ഞതുപോലെ എൻ്റെ മക്കളല്ല എൻ്റെ പിന്തുടർച്ചക്കാർ. എന്നെ പിന്തുടരുന്നവരാരാണോ അവരാണ് എൻ്റെ മക്കൾ. ആ ദൈവത്തിന് മക്കളുണ്ടായിരുന്നു, വലിയ സൈന്യമുണ്ടായിരുന്നു, സ്തുതി പാടാൻ ഒരു മാലാഖ കൂട്ടവും ഉണ്ടായിരുന്നു. ദൈവം ഒരു വലിയ രാജ്യത്തിൻ്റെ രാജാവായിരുന്നതുകൊണ്ട് കുറേ കള്ളന്മാർ മാലാഖമാരായി ചമഞ്ഞ് ദൈവത്തിൻ്റെ മാളികയിൽ കയറിക്കൂടി. ദൈവത്തിൻ്റെ മന്ത്രിമാർ ഒന്നിനൊന്ന് അത്യാഗ്രഹികളായിരുന്നു. ദൈവത്തിന് എല്ലാവർക്കും ഇഷ്ടമായിരുന്നതുകൊണ്ട് ആരും ഒന്നും പറഞ്ഞില്ല. അങ്ങനെ ഒരു ദിവസം ദൈവം മരിച്ചു. മാലാഖമാരായി അത്രയും കാലം വേഷമിട്ട് കള്ളന്മാരുടെ കയ്യിലായി ഭരണം. അങ്ങനെ ആ നാട് ദൈവത്തിനെ കൊന്ന് ദൈവത്തിന്റെ സ്വന്തം നാടായി. വഞ്ചനാവലിയെയും അറബിക്കടലിനെയും സാക്ഷി നിർത്തി എരിഞ്ഞടങ്ങിയത് കേരളത്തിന്റെ പ്രിയപുത്രൻ മാത്രമല്ല, ഒരു യുഗവും കൂടിയാണ്. എന്തെങ്കിലും ഒരിക്കൽ നിനക്ക് ചുറ്റുമുള്ളതൊക്കെ തകർന്നു എന്ന് തോന്നിയാൽ നിനക്ക് സഹായം ചോദിച്ചു ചെല്ലാൻ ഒരാളെ ഉണ്ടാകും. റോളിംഗാണ്, പറഞ്ഞോളൂ. രജു, ഖുറൈഷി അബ്രാം ഗാങ്ങിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ലോകത്തിലെ തന്നെ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ട്രേഡ് കൺട്രോൾ ചെയ്യുന്ന ഒരു ഇൻഫേമസ് നെക്സസ്. ലോകത്ത് എല്ലായിടത്തും അവരുടെ പ്രസൻസ് ഉണ്ട്. ലൈക്ക് ദി ഇലുമിനാറ്റി. മിസ്റ്റർ ഗോവർദ്ധൻ, എനിക്കറിയേണ്ടത് ഇലുമിനാറ്റിയെ കുറിച്ചോ മൊഗംബോയെ കുറിച്ചൊന്നുമല്ല. സ്റ്റീഫൻ നെടുമ്പള്ളി. ബീൽസെബബ്, അന്തിക്രിസ്തു, പിതാവിൻ്റെയും പുത്രൻ്റെയും ഇടയിൽ വിരിഞ്ഞ ഇരുട്ടിൻ്റെ പൂവ്, ലൂസിഫർ. കൊള്ളരുതാത്തവർ തങ്ങളുടെ സ്വാർത്ഥത കൊണ്ടും ക്രൂരതകൾ കൊണ്ടും നീതിമാന്മാരുടെ പാതയെ എല്ലാ വശങ്ങളിൽ നിന്നും ആക്രമിക്കുന്നു. വാടാ, ഈ അന്ധതയുടെ താഴ്വരയിൽ നിന്നും നീതിമാനെ കരകയറ്റുന്നവൻ അനുഗ്രഹീതനാകുന്നു. തലയില്ലടാ, തലയെടുക്കളവ്. കാരണം അവൻ സത്യമായും അവൻ്റെ സഹോദരങ്ങളുടെ രക്ഷകനും വഴിതെറ്റിയ കുഞ്ഞാടുകളുടെ വഴികാട്ടിയുമാണ്. അതിനാൽ എൻ്റെ സഹോദരങ്ങളെ വിഷം കുത്തി നശിപ്പിക്കാൻ തുനിയുന്നവർ ആരായാലും അവരുടെ മേൽ അശനിപാതം പോലെ ഞാൻ പ്രകടമേൽപ്പിക്കും. എൻ്റെ പകയിൽ നീറി ഒടുങ്ങുമ്പോൾ അവരറിയും ഞാൻ അവരുടെ ഒരേ ഒരു രാജാവായിരുന്നുവെന്ന്. ഒരേ ഒരു രാജാവ്. So tell me, who am I speaking to? Is this the man himself? അബ്രാം, ഖുറൈഷി അബ്രാം.